നമസ്കാരം. വീണ്ടും സിനിമയുമായി ബന്ധപ്പെട്ടൊരു വിവാദമാണ്. പണ്ട് മരക്കാർ ഇറങ്ങുന്ന സമയത്ത് ഫിയക്കുമായി വലിയൊരു വാക്കുതർക്കമുണ്ടായി. പിന്നീട് അത് റിലീസിന് ഒരുങ്ങിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ ചെയ്ത അന്ന് ഞാൻ റിപ്പോർട്ടർ ടിവിയിലായിരുന്നു വലിയ വാർത്തകൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു വലിയ വിവാദത്തിലേക്ക് വീണ്ടും പോകുന്നു. ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നമുക്ക് മനസ്സിലാകും 140 കോടി രൂപ 140 കോടിയോളം തുക മുടക്കി നിർമ്മിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി, മോഹൻലാൽ, ചാക്കോച്ചൻ, ഫഹദ് ഉൾപ്പെടെയുള്ള മഹേഷ് നാരായണൻ്റെ സിനിമ. ഈ സിനിമ റിലീസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ വിവാദമുണ്ടായിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളുമായിട്ടുള്ള ടൈംസാണ് അതുമായി ബന്ധപ്പെട്ട് വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ സിനിമ റിലീസിനൊരുങ്ങിയാണ്. ഒരുങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ എഗ്രിമെൻറ്റ് ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ആൻഡോ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് 60%, നിലവിൽ മലയാള സിനിമയ്ക്ക് 60% കൊടുക്കുന്നത്. ആദ്യത്തെ ആഴ്ച 60%, പിന്നത്തെ ആഴ്ച 55%, അങ്ങനെയാണ് പോകുന്നത്. 60ഉം 55ഉം തിയേറ്ററുകാർക്കും. ഫിയോക്കുമായിട്ടാണ് ഇപ്പം സമരമാവുന്നത്. ഫിയോക്കുമായിട്ടാണ് വലിയ വാക്കുതർക്കത്തിലേക്ക് പോകുന്നത്. കൂടുതൽ പണം ചോദിച്ചു, ആൻഡോ ജോസഫ് കൂടുതൽ പണം ചോദിച്ചു എന്നാണ് ഫിയോക്കിൻ്റെ ആളുകൾ പറയുന്നത്. 2 ആഴ്ചയിലേക്ക് 60%. സാധാരണ സിനിമയ്ക്ക് ഒരാഴ്ചത്തേക്കാണ് 60% കൊടുക്കുന്നത്. ഇത് 2 ആഴ്ചത്തേക്ക് 60% ചോദിച്ചിരിക്കുന്നു. അതും ഹോൾഡ് ഓവർ ആകാൻ പാടില്ല എന്നും നിബന്ധന വെച്ചിരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഫിയോക്ക് പറയുന്നത്. നിലവിൽ 60%, 55% കൊടുത്തോളൂ. അത് ഒരാഴ്ചത്തേക്കാണ്. ഹോൾഡ് ഓവർ അയക്കുന്ന 10% കുറയ്ക്കും. നിർമ്മാതാക്കൾക്ക് 10% കുറച്ചാണ് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പിന്നെ രണ്ടാമത്തെ ആഴ്ച 55 പ്രൊഡ്യൂസറിനും 50% തിയേറ്ററുകാർക്കും എന്ന നിലയിലേക്കാണ് പോകുന്നത്. ഈ രീതിക്ക് പോകുന്നതാണ് ഇപ്പോൾ 140 കോടിയോളം മുടക്കുന്ന വലിയ മുതൽ മുടക്കുള്ള സിനിമയാണ്. ആ സിനിമയ്ക്ക് 2 ആഴ്ചത്തേക്ക് 60% തിയേറ്റർ ഷെയർ വേണമെന്നാണ് ആൻഡോ ജോസഫ് ആവശ്യപ്പെട്ടത്. ഇത് ഒരു കാരണവശാലും നൽകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഫിയോക്ക് പറയുന്നത്. 140 കോടി രൂപ മുടക്കിയൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. നമ്മൾ തിയേറ്റർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇത്രയും പൈസ തരാൻ കഴിയില്ല. തിയേറ്ററുകാർ വലിയ നഷ്ടത്തിൽ പോവുകയാണെന്നുള്ള സംഭവം വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആൻഡോയും ഫിയോക്ക് പ്രസിഡന്റ് വിജയകുമാറൊക്കെ ആയിട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലായത്. ഇതിനുശേഷം ഇപ്പോൾ ഫിയോക്ക് അവരുടെ ഫിയോക്കിലെ എല്ലാ അംഗങ്ങളുമുള്ള ഇതിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് പോയിരിക്കും. അതാണ് നമ്മളെ അതിശയിപ്പിച്ചിരിക്കുന്നത്. ആ മെസ്സേജ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ഡിയർ മെമ്പേഴ്സ്, ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ പാട്രിയറ്റ് എന്ന സിനിമയ്ക്ക് ഇൻഡസ്ട്രിയിൽ നിലവിലില്ലാത്ത ടൈംസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ എഗ്രിമെൻ്റ് വെക്കുന്നതിന് സംഘടനയുടെ അറിയിപ്പ് വന്നതിന് ശേഷം മാത്രമേ ആകാവൂ എന്നറിയിക്കുന്നു. വലിയൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആരും എഗ്രിമെൻ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളവർ പറയുന്നത്. അത് ആൻഡോനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആൻഡോ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കില്ല, അത്രയും പൈസ മുടക്കണം. ആൻഡോ വേണ്ടി സംസാരിക്കും, പൈസ മുടക്കമുള്ള സിനിമയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇതിനു മുമ്പും വിഷയങ്ങളുണ്ടായിരുന്നു. പണ്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തിയപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതോടെ പൊട്ടിത്തെറിക്ക് ഒരു സാധ്യത കാണുന്നു. ഫിയോക്കിൽ പൊട്ടിത്തെറി ഉണ്ടാകും. ഫിയോക്കിൽ ചില ആളുകൾ എഗ്രിമെൻറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അതൊന്നുമല്ല, നല്ല സിനിമയാണ്, ഇത് എടുക്കണമെന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. ഇപ്പം നമുക്കറിയാം ലിസ്റ്റർ സ്റ്റീഫനും അതോടൊപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂരും അവർക്ക് തിയേറ്ററുകളാണ്. ആ തിയേറ്റർ ഫിയോക്കിലൊന്നും ഉള്ളതല്ല. അപ്പോൾ അവർ ഈ സിനിമകൾ കളിക്കുമ്പോൾ ഒന്ന് കാത്തിരുന്ന് കാണണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല അന്വേഷണം നടത്തുമ്പോൾ പണ്ട് രജനീകാന്തിൻ്റെ ശിവാജി എന്ന തമിഴ് സിനിമ, ആ തമിഴ് സിനിമ വന്നപ്പോൾ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഫെഡറേഷൻ 60% കൊടുത്തിട്ടുണ്ട്. അത് അന്ന് അത്രയും ഇല്ലായിരുന്നു. അന്ന് ഈ ഫെഡറേഷനായിരുന്നു ഒരു പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം 60% കൊടുത്തിട്ടുണ്ട്. അന്ന് കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും നിയന്ത്രണത്തിലായിരുന്ന ടിക്കറ്റ് വർധനവ് ശിവാജി പോലുള്ള സിനിമകളുടെ ടിക്കറ്റ് റേറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. അന്ന് അത്രയും വില വരുന്നതാണ്. ആ അന്നത്തെ ഫെഡറേഷനാണ്, ഫിയോക്കില്ല. അതോടൊപ്പം തന്നെ 50-75 ഉണ്ടായിരുന്ന 50% ഉണ്ടായിരുന്ന റേറ്റ് 100 ആക്കിയ സിനിമ കളിച്ചു. അന്ന് ഫെഡറേഷൻ എല്ലാത്തിനും സഹകരിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല നടക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ആൻഡോയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംഭവങ്ങളാണ് അറിയാൻ കിട്ടിയത്. ഒരു വിഭാഗം സിനിമയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ സിനിമ വരുമ്പോൾ അതിന് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിലേക്ക് സിനിമ ഇല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ സിനിമ വരുമ്പോൾ 2 കൂട്ടരെയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഹോൾഡ് ഓവർ ആയാൽ 60% കൊടുക്കണമെന്ന് പറയുന്നത് 2 കേസ് വെച്ചാൽ ഏതെങ്കിലും ഒന്നും അംഗീകരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമെന്ന് പറയുന്നു. ഹോൾഡ് ഓവർ ആയാലും 60% വേണം. അപ്പം ഒരു ചർച്ചയിലെ ഭാഗമായിട്ടായിരിക്കും അത് ചിലപ്പോൾ അത് വേണ്ട എന്ന് വെക്കാനുള്ള ചർച്ചയാണല്ലോ, ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായി വൈഡ് റിലീസ് വന്നത് ആൻഡോ ജോസഫിൻ്റെ അണ്ണൻ തമ്പിയായിരുന്നു. ആൻഡോ അന്നും പല വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് ആൻഡോ ചെയ്തൊരു സംഭവമാണ് അന്ന് വൈഡ് റിലീസ് വന്നത്. അന്ന് 78-80 തിയേറ്ററിൽ, എനിക്ക് തോന്നുന്നു അന്ന് അത്രയില്ല, 48 തിയേറ്ററുകളൊക്കെയാണ്
റിലീസ് ഉള്ളായിരുന്നു. കൂടാതെ മലബാറിലും കോട്ടക്കൽ, കൊണ്ടോട്ടി പോലുള്ള ചെറിയ ഗ്രാമങ്ങളിലും 10-20 സ്ഥലങ്ങളിലുമാണ് പടം കളിച്ചുള്ളൂ. അതാണ് വൈഡ് റിലീസായി 100 തിയേറ്ററിലേക്ക് അന്ന് ആൻഡോ കളിച്ചിരുന്നു. അപ്പോൾ ആൻഡോ അന്ന് വെല്ലുവിളിച്ചിരുന്നെങ്കിൽ ആൻഡോ അത് വൈഡ് റിലീസാക്കി. അതിനുശേഷമാണ് വൈഡ് റിലീസ് വന്നത്. അണ്ണൻ തമ്പി എന്ന സിനിമയിലാണ് ആ വൈഡ് റിലീസ് വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ബിഗ് ബഡ്ജറ്റ് സിനിമയായ കൂടുതൽ സ്ഥലത്ത് റിലീസ് വെച്ചാലേ മുടക്ക് മുതൽ കിട്ടുകയുള്ളെന്ന് വാശി സമരത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഈ ഫെഡറേഷനും വേറെയും സമരം വന്നു. ഫെഡറേഷനുമായി വേറെ പല സമരം വന്നപ്പോഴും മെയിൻ സ്റ്റേഷനിൽ മായാ ബസാർ കളിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പിന്നീട് മായാ ബസാറും കുരുക്ഷേത്ര, ലാലേട്ടൻ്റെ കുരുക്ഷേത്ര സിനിമയും കൂടെ വൈഡ് റിലീസായി C ക്ലാസ്സിൽ ചെയ്തിരുന്നു. അന്ന് A ക്ലാസ് ഒഴിവാക്കി, എങ്കിലും ഞാൻ അത് ചെയ്തിരിക്കും എന്ന് വാശിയോടുകൂടി C ക്ലാസ്സിലും B ക്ലാസ്സിലും അത് റിലീസ് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് ആൻഡോ. ആ ആൻഡോയുമായിട്ടാണ് ഇപ്പോൾ ഫിയോക്ക് ഒരു സമരത്തിലേക്ക് എത്തുന്നത്. ഫിയോക്ക് പറയുന്നത് ഒരു കാരണവശാലും 60%, ആദ്യ ആഴ്ചയിൽ 60%, രണ്ടാമത്തെ ആഴ്ച 60% നൽകില്ല, 55% നൽകിയുള്ളൂ. പക്ഷെ ആൻഡോ പറയുന്നു 2 ആഴ്ചയും. അത് പിന്നെ ആൻഡോ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 5 ആഴ്ച കളിച്ചു തരണം, 5 ആഴ്ച സിനിമ ഓടിച്ചു തരണമെന്ന് ആൻഡോ പറയുന്നുണ്ട്. ആൻഡോ ആയിട്ട് 5 ആഴ്ച എനിക്ക് സിനിമ ഓടിച്ചു തരണമെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ അഗ്രിമെൻറ്റിലൊക്കെ വ്യത്യാസം, 5 ആഴ്ച ഓടിച്ചു തരും. അതിന് ഇവർ തയ്യാറാകുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധി, ഇനി വലിയൊരു സിനിമ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ് ഈ സിനിമയോട് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സിനിമകളൊന്നും ഇല്ലാതെ തിയേറ്റർ വലിയ പ്രതിസന്ധിയിൽ പോകുന്നു. അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. പല സിനിമകളും റിലീസ് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. വലിയ വലിയ സിനിമകൾ നമുക്ക് തോന്നുന്നു മാർച്ചിൽ ആട് 3 ഉണ്ട്. അങ്ങനെ നിലവിൽ സിനിമകൾ ആഷിൻ്റെ ഒക്കെ സിനിമ റിലീസ് മാറ്റിയിരിക്കുന്നു. കാരണം യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് കൺട്രിയിൽ സിനിമ റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നിലവിൽ ദൃശ്യം 3 വരാൻ പോകുന്നു. ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് പോണത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആൻഡോയും ഫിയോക്കും തമ്മിൽ ഒരു തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുന്നത്. അത് കൃത്യമായി വിജയകുമാർ എല്ലാ മെമ്പർമാർക്കും മെസ്സേജ് തരും. ആ മെസ്സേജാണ് എനിക്ക് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചത്. എന്തായാലും 60% ആദ്യ ആഴ്ച അല്ലാതെ രണ്ടാമത്തെ ആഴ്ച 60% നൽകില്ല, അങ്ങനെ എഗ്രിമെൻറ്റ് ചെയ്യില്ല, അങ്ങനെയാണ് ഈ സിനിമ കളിക്കില്ല, ഫിയോക്കിൻ്റെ ഒരു തിയേറ്ററിലും കളിക്കില്ല എന്നാണ് വിജയകുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഫിയോക്കിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സത്യമാണെന്ന് എനിക്കറിയില്ല. നിലവിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ്. ചർച്ചകൾ നടത്തും, ഒരു ടേബിളിന് ചുറ്റും ഇരുന്നാൽ ചർച്ച നടത്തി പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ഉള്ളത്. പക്ഷേ അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.